ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബാംഗ്ലൂർത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് 1 ആണ്, മെയ് ഡേ ആണ്. അപ്പം ഇന്ന് ഞങ്ങൾ നിതീഷേട്ടൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. മാന്യത ടെക് പാർക്കിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അർജുനാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഒരു കുഞ്ഞു വിരലൊക്കെ കാണുന്നത്. അവനെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എൻട്രൻസിന് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഒരു 1.5 ഇയറിന് ശേഷമാണ് നിതീഷേട്ടനും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. ഫുൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഫുള്ള് കേരളത്തിലാണ്, ഇവിടെ വരാറേ ഇല്ല. ഇടയ്ക്ക് ഒരു 1 വീക്കൊക്കെ വന്നിട്ട് നിന്ന് പെട്ടെന്ന് തന്നെ പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു 1.5 ഇയറിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പം നമ്മൾ മാന്യതയുടെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അപ്പം ഓരോ ബിൽഡിങ്ങും എന്താന്നൊക്കെ നിതീഷേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എൻ്റെ കല്യാണം കഴിച്ചിട്ട് ഇതൊരു രണ്ടാമത്തെ ഓഫീസാണ്. അത് ഫസ്റ്റ് കേബിൾ ആൻഡ് വയർലെസ്സിലായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്. അപ്പം അതിനുശേഷം പിന്നെ ഒരു 10 വർഷമായിട്ട് IBM-ലുണ്ട്. അപ്പം IBM-ന്ന് ഇപ്പം കിൻഡ്രൽ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്, ബിൽഡിങ്ങൊക്കെ. അപ്പം അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. IBM-ന്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് കിൻഡ്രലും വരുന്നത്. അപ്പോൾ വലിയൊരു വ്യത്യാസമില്ലാതെ ആണ് അവർ മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കിടക്കുന്നത്, ഞാനും മക്കളും. അപ്പം മക്കളെ ഇതൊക്കെ ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കിച്ചു നല്ല ഉറക്കമാണ്, നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. ഉറക്കമൊക്കെ ഉണർന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല, എന്താ നിങ്ങൾ കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് അവളെ കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ അവള് എത്ര വിളിച്ചിട്ടോ എനിക്കിതുണ്ടായിരുന്നു, നല്ല ക്ഷീണത്തിൽ ഉറങ്ങുമായിരുന്നു. അപ്പം അർജുൻ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അവരും കൂടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഫുൾ ടൈം ആള് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് മാത്രമേ മക്കൾ കണ്ടിട്ടുള്ളൂ. അപ്പം ലാപ്ടോപ്പിൽ ഇങ്ങനെ ആൾ ഇരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആളുടെ ഓഫീസ് എങ്ങനെയാണ്, ആൾ വർക്ക് ചെയ്യുന്ന സ്പേസ് എങ്ങനത്തെ സ്പേസ് ആണ് ഒന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ അവർ കണ്ടിരിക്കണം. പിന്നെ എന്താ പറയുക, മോള് 9th-ലായി. അപ്പോൾ കുറച്ചും കൂടി ലൈഫിനെ കുറച്ചും കൂടി സീരിയസ് ആയി കാണണം, പഠിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്പേസും കൂടെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനും താഴോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്നത്. ഇതിനേക്കാൾ ഉയർന്നു വരണം അവർ, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അവരും വണ്ടറടിച്ചു. ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ കാണുന്നതായിട്ട്. ഇങ്ങനത്തെ ബിൽഡിംഗ് ആയാലും അങ്ങനത്തെ ഓഫീസുകളായാലും ആദ്യമായിട്ടാണ് അവർ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത്. അപ്പം എല്ലാതും ഇപ്പം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല, എംപ്ലോയീസ് ഒക്കെ കുറവാണ്. നിതീഷേട്ടൻ്റെ ആ ഒരു കമ്പനിയിൽ വളരെ കുറച്ച് ആൾക്കാർ, നിതീഷേട്ടൻ്റെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടേ ഇല്ല മെയ്ഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ വർക്ക് ഫ്രം ഹോം കൊടുത്തതിന് ശേഷം വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ വരുന്നുള്ളൂ. ബെർലിനിൽ എണ്ണാവുന്ന ആൾക്കാരപ്പോൾ വരുന്നുള്ളൂ. അത് എന്താ പറയാ, നിതീഷേട്ടനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവരും അതുപോലെ തന്നെ അവരവരുടെ വീട്ടിലിരുന്നിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് മാത്രം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് കമ്പനിയിൽ വരാൻ പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായേനും തോന്നി. കാരണം ആ ഒരു പണ്ടൊക്കെ കേബിൾ ആൻഡ് വയർലെസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് എന്താ പറയാ, ഉച്ചയ്ക്കാണ് ആൾ പോരും, 1 o'clock-ന് ക്യാബ് വരും. അപ്പൊ നമുക്കൊരു ഇതാണ് എന്താ പറയാ, ആളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് ഞാനങ്ങനെ വെച്ച് കൊടുക്കുന്നു. ആള് പോകുന്നു, ക്യാബ് വരുമ്പോൾ പോകുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും ആള് വൈകുന്നേരം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ആയിട്ട് വരുന്നു. ഒരു ഡെയിലി ഒരു രസം ഉണ്ടായിരുന്നു ആ പോക്കിനെയും കാര്യങ്ങളും. ഇതിപ്പോ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്, കേരളത്തിലാണ്. പിന്നെന്ന് വെച്ചാൽ വീട് പണിതിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റി, അതാണ് ഒരു പ്ലസ് പോയിന്റ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു എംപ്ലോയിയുടെ ഒരു ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് പോണൂന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവര് കൊളീഗ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ലൈഫിൽ മിസ്സായിട്ടുണ്ട്. ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്.
പക്ഷെ ഫാമിലിയുടെ കൂടെ ഫുൾ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഒരു പരിധി കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബോറടി ആയിരിക്കും. അപ്പം ഞങ്ങൾ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പൊ കിച്ചുനെ കൂടെ കാണാനാണ് ഈ എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത്. കിച്ചു കണ്ടിട്ടില്ല കേട്ടോ. കിച്ചു അത് കിൻഡ്രലിന്റെ ഫ്രണ്ടില് ആ ഒരു പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കിച്ചു എണീക്കണത് തന്നെ. അപ്പോഴാണ് കണ്ണുറക്കുന്നത്. അപ്പൊ ഇത്ര പെട്ടെന്ന് എത്തിയോന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന് മുന്നത്തെ സംഭവങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് സെക്യൂരിറ്റി ഓക്കെ പറഞ്ഞെങ്കിലാണ് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം സെക്യൂരിറ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിതീഷേട്ടൻ ഈ കിൻഡ്രലിന്റെ എംപ്ലോയി കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ടാഗ് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത് കേട്ടോ. ആ കാർഡ് ഉണ്ടെങ്കിലാണ് ആൾക്ക് ഓഫീസിന്റെ ഉള്ളിൽ ഓരോ റൂമിൽ നിന്ന് ഓരോ റൂമിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് സ്വൈപ്പ് അതിങ്ങനെ കാണിച്ചിട്ടാണ് നമുക്കത് ഡോറൊക്കെ തുറക്കുള്ളൂ. അത് നല്ല രസമായിരുന്നു. എനിക്കിപ്പം ഉള്ളിൽ കയറിയതിന് ശേഷം ഓഫീസിന്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. പക്ഷെ രസമായിരുന്നു. നിധിശേട്ടൻ വർക്ക് ചെയ്ത് ഇരിക്കുന്ന ചെയർ, അതിൽ മക്കള് ഇരിക്കണു. അതുപോലെ അവരുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. കാരണം ആരും ഇല്ല അതിന്റെ ഉള്ളിൽ, ഓഫീസിൽ ആരും ഇല്ല ഇന്ന്. അപ്പം അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. അങ്ങനെ കുറെ കുറെ ഒരു ചെറിയൊരു ബോക്സ് പോലെ അതിന്റെ ഉള്ളിൽ ഒരു ലാപ്ടോപ്പ് വെച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം അച്ഛൻ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഓഫീസ്, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഓഫീസായിരുന്നു. അപ്പം ഇതൊക്കെ മക്കള് കണ്ട് അവർ കുറേ നേരം നമ്മള് പോയിട്ട് ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് ഓഫീസിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നിതീഷേന്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവരുടെ വീട്ടിൽ വരണം. അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം അവരുടെ വീട് കാണാൻ വരണം എന്നിട്ട് കുറേ പ്രാവശ്യമായി വിളിക്കുന്നത്. ഞങ്ങൾ 1 വീക്ക് ഒക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അവരുടെ വീട്. അപ്പൊ അവര് പിന്നെ ബാംഗ്ലൂര് വില്ലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് അവരുടെ വീടൊക്കെ കേട്ടോ. നല്ല അടിപൊളി വീട്. 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കേരളത്തിലത്തെ വീട് പോലെ തന്നെയാണ് അവരവിടെ പണിതിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ മെയ് 3-ന് കിച്ചുവിന് സ്കൂൾ തുടങ്ങണ കാരണം പിന്നെ എനിക്ക് വീട് അടച്ചിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് കൂടി നമ്മൾ തിരിച്ചു പെട്ടെന്ന് പോന്നേട്ടോ. അപ്പം കിച്ചു പറയുന്നുണ്ട്, മമ്മി നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം, അച്ഛൻ ഇവിടെ നിന്നോട്ടെ, അച്ഛനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കിച്ചു. ആ, അങ്ങനെ. അപ്പം ഇതിന് ശേഷമുള്ളത് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് കിൻഡ്രലിന്റെ പാർക്കിംഗ് ആണ്. ചേട്ടൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒളിച്ചും പാത്തെടുത്ത കുറച്ച് ഫോട്ടോസ് ആണ്. ഇത് അവർക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം ജസ്റ്റ് ഇത് റിസപ്ഷൻ ഏരിയ ആണ്. അപ്പം അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിസിറ്റേഴ്സ് പാസ് എടുക്കണമല്ലോ, നമ്മളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പം അതിനൊക്കെ കൂടിയിട്ട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ആണ് കേട്ടോ. ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് സെക്യൂരിറ്റി ഓടി വന്ന് പറഞ്ഞു, അയ്യോ ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നാളെ മക്കളൊക്കെ വലുതാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാനും ഇനി വേറെ കമ്പനിയിൽ പോവാണെങ്കിലും ഇതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. പക്ഷെ ഈ ഫോട്ടോസൊക്കെ നിതീഷ് എന്റെ മാനേജർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളൊന്നും പറഞ്ഞില്ല, നമ്മളെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു, ഓഫീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്ങനെ ബാംഗ്ലൂർ വന്ന ഒരു മെയിൻ ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം, ഇവിടെ കയറുക എന്നുള്ളതും മക്കളെ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുക എന്നുള്ളതും. അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു എന്നുള്ളതാണ്. വേറെ എന്ത് കണ്ടില്ലെങ്കിലും എനിക്ക് ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മക്കളിലൊരു ചേഞ്ച് വരാൻ ഇതൊരു നിമിത്തമാവണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ചെറിയ ഇൻസ്പിറേഷൻ കൊണ്ട് അവര് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവർക്കും ഒരു ചേഞ്ച് വന്നതിന് ശേഷമൊക്കെ ഭയങ്കര പഠിത്താണ് രണ്ടുപേരും. അപ്പൊ അത് ഇത്ര നാളെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടിരിക്കട്ടെ മക്കളെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇത് നിതീഷേട്ടന്റെ ക്യാൻറ്റീൻ്റെ ഉള്ളിലാണ് കേട്ടത്. അപ്പം ഇത് നമ്മള് പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതാണ്. ക്യാൻറ്റീനിൽ വന്നിട്ട് നമ്മളിവിടുന്ന് കോഫിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫിയും പിന്നെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിതീഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടേക്കാണ് പോയത് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം ഇത് ജസ്റ്റ് പണി കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 3000. അപ്പം പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പപ്പുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിറ്റേ ദിവസം ഞങ്ങൾ മൈസൂർക്ക് പോകുന്നതായിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വേറൊരു ഫ്രണ്ടിനെ അവരുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ എത്തിയതിന് ശേഷമുള്ള ബാൽക്കണിയിൽ നിന്നിട്ട് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇപ്പം നൈറ്റായി. ഒരു 14ാമത്തെ നിലയിൽ തന്നെ നിന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എന്ത് നല്ല വ്യൂ ആണ്. അപ്പം ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഫ്ലാറ്റാണ് കേട്ടോ. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഫുട്ബോൾ ഗ്രൗണ്ട്, അങ്ങനെ പ്ലേ ഏരിയ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അത് ഫുട്ബോൾ കോർട്ടൊക്കെയാണ്. ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്നുണ്ട് അവിടെ. അപ്പം ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നേരം നല്ല തണുത്ത കാറ്റ്, നല്ല എന്താ പറയുക, ബാംഗ്ലൂർ ഒരുപാട് ഏരിയ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാന്ന് മാത്രം. ഇതാണ് പപ്പുവിൻ്റെ ഫാമിലി. പ്രശാന്ത് ലാൽ, ഞങ്ങളൊക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ. ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായത്. അതിന് ശേഷമാണ് ഇവരുടെ ഒക്കെ കഴിഞ്ഞത് കേട്ടോ. പപ്പുവിൻ്റെ കഴിഞ്ഞു, പിന്നെ പ്രശാന്ത് ലാലിൻ്റെ കഴിഞ്ഞു. അപ്പം കുറേ നാളത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് മൈസൂർ പോകണം. അപ്പം അതിന് മുന്നേ വേഗമൊക്കെ ഫുഡ് കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി മൈസൂരത്തെ യാത്രകളായിട്ട് കാണാം.